നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും ഓണാഘോഷവും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 12 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച കോസ്റ്റ്ഫോർഡ് ഗ്രന്ഥശാലയുടെ 2ാം നിലയിൽ നിർമ്മിച്ച ഗ്രന്ഥശാല ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യം കുറച്ച് പൈസയുടെ ചില അതുമായി ബന്ധപ്പെട്ടുണ്ടായി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് പുതുക്കി ഈ ഹാളിന് ആവശ്യമായ ഫണ്ട് എത്രയാണ് ഞാൻ പറഞ്ഞോ അത് തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയേണ്ടായി. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പിന്നെ ഈ ഗ്രാമപ്രദേശത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ദിനേശ് വളരെ വ്യക്തമായി നമ്മുടെ മണപ്പുറം പ്രദേശത്തെ മണ്ണിനെ കുറിച്ച് അതിൻ്റെ സാഹചര്യ കലാ സാംസ്കാരിക രംഗത്തെ പുരോഗതിയെ സംബന്ധിച്ച് വായനശാല പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ആ വായനയെക്കുറിച്ചൊക്കെ വളരെ ആരോഗ്യപരമായ രീതിയിലുള്ള ഒരു ചെറിയ നിർദ്ദേശം നമ്മളോട് പറയേണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത്യാവശ്യം ചില കാര്യങ്ങൾ ഈ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ചെയ്തു തീർത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഡൊറോത്തിയ മച്ചിങ്ങലിന്റെ ഫോട്ടോ അനാച്ഛാദനം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു നിർവഹിച്ചു. പ്രതിഭാതീരം പദ്ധതിയുടെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. കലാ സാംസ്കാരിക സമ്മേളനം ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങളെയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ആദരിച്ചു. നാട്ടിക പഞ്ചായത്തിലെ ആശാവർക്കർമാരെ ഗ്രന്ഥശാല വനിതാവേദി സെക്രട്ടറി K നസീമ ആദരിച്ചു. ലൈഫ് സപ്പോർട്ട് പ്രവർത്തകരെ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് UK ഗോപാലൻ ആദരിച്ചു. കൂപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനം ഗ്രന്ഥശാല കോർഡിനേറ്റർ PK സുധർമ്മൻ വിതരണം ചെയ്തു. തുടർന്ന് സംഗീത നൃത്ത സന്ധ്യ അരങ്ങേറി. പരിപാടികളിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങൾ ഗ്രന്ഥശാല ഭാരവാഹികൾ വിതരണം ചെയ്തു. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CS മണി, ഗ്രന്ഥശാല സെക്രട്ടറി PV ദിലീപ് കുമാർ, ഗ്രന്ഥശാല പ്രസിഡന്റ് PP വിനോദ് എന്നിവർ സംസാരിച്ചു.